14-ാം മിനിറ്റിൽ ബോക്സിലേക്ക് വന്ന ക്രോസിൽ മാർക്കിന്യോസ് ഹെഡ് ചെയ്തെങ്കിലും റയയുടെ കൈകളിലേക്കായിരുന്നു ആ പന്ത് വന്നു ചേർന്നത്. അപ്പോഴെല്ലാം PSG താരങ്ങൾ ആർസണൽ ബോക്സിന് ചുറ്റും നിരവധി തവണയായി ഒരു മുന്നേറ്റത്തിന് കോപ്പ് കൂട്ടുന്നുണ്ടായിരുന്നു. എൻട്രിക്കയുടെ പിള്ളേർ വെറുതെ ഇംഗ്ലണ്ടിലേക്ക് വണ്ടി കയറി വന്നവരല്ല. 17-ാം മിനിറ്റിൽ കൊറസ്കെലിയ ആർസണൽ ബോക്സിൽ ആക്രമിച്ചു കയറി 3 പേർക്കിടയിലൂടെ മുന്നേറാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു വേളയത് സക്സസ് ആയെന്ന് തോന്നിച്ചെങ്കിലും പിന്നാലെ അയാൾ വീണു പോകുന്നുണ്ട്. ഒരു ഫൗളും പെനാൽറ്റിയും PSG താരങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും റഫറി അംഗീകരിച്ചില്ല. എങ്കിൽ പിന്നെയും കളി PSG-യുടെ കാലിൽ തന്നെയായിരുന്നു. ആർസണൽ റൈറ്റ് ബാക്ക് ടിംബറിന് പന്തെടുക്കാൻ ഫൗൾ ചെയ്യുകയെന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ വരുന്നുണ്ട്. അതിനിടയിൽ ആർസണൽ PSG ബോക്സിലേക്ക് മാർച്ച് ചെയ്തെങ്കിലും കാര്യമായ ഒന്നും ചെയ്യാനാവാതെ മടങ്ങുന്നുണ്ട്. അവിടെയാണ് ഇരു ടീമുകളും തമ്മിലുള്ള വ്യത്യാസം.